ഫ്രണ്ട്സ്, ഓട്ടോഡെസ്ക് ഗ്രിൽ ആർക്കിടെക്ചർ ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഒരു ക്യാഡ് ഫയൽ എങ്ങനെ റെവിറ്റിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫ്ലോർ പ്ലാനിൽ നിന്ന് തന്നെ ഒരു 3D എക്സ്ട്രൂഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇതിനകത്താണ് നമ്മൾ നമ്മുടെ ക്യാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഇൻസേർട്ട് ചെല്ലുക. അവിടുന്ന് ഇമ്പോർട്ട് ക്യാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എവിടെയാണോ നിങ്ങളുടെ ഫയൽ, അതായത് നിങ്ങളുടെ ക്യാഡ് ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാൻ പ്ലാൻ 1 ആണ് ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് പ്ലാൻ 1 സെലക്ട് ചെയ്തു. ദെൻ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാം, അതായത് കളേഴ്സ്, ലെയേഴ്സ്, ഇമ്പോർട്ട് യൂണിറ്റ് ഒക്കെ. അപ്പം കളേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ക്യാഡിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളർ അതേപോലെ വരണമെങ്കിൽ പ്രിസർവ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻവെർട്ട് യൂസ് ചെയ്യാം. ഇൻവെർട്ട് യൂസ് ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് വരും, അതല്ലെങ്കിൽ പ്രിസർവ് സെയിം ആ കളർ തന്നെ വരും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻ മാത്രമേ വരും. തൊട്ട് താഴെ ലെയേഴ്സ് ആൻഡ് ലെവൽസ് എന്ന് പറയുമ്പം ഏതൊക്കെ ലെയർ വേണം, അത് വിസിബിൾ ആയിട്ടുള്ള വേണോ അത് ചൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ ലെയേഴ്സും എനിക്ക് വേണം. നെക്സ്റ്റ് ഇമ്പോർട്ട് യൂണിറ്റ് ആണ്, ഞാൻ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു. ഓക്കെ, ദെൻ പൊസിഷനിങ് അതെന്ന് പറയുമ്പം ഓട്ടോ കൊടുത്തിരിക്കുന്നത് അത് ഒറിജിൻ ടു ഒറിജിൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ എടുക്കാം, അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ എടുക്കാം. ഞാൻ ഒറിജിൻ കൊടുത്തു. ദെൻ ലെവൽ എന്ന് പറയുമ്പം ഏത് ലെവലിലാണ് നിങ്ങൾക്കിപ്പം ഇത് വേണ്ടത്. ഞാൻ ഇപ്പോൾ ലെവൽ 1 ചൂസ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ലെവൽ 1 തന്നെ വരും. ദെൻ ഓപ്പൺ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡോക്യുമെൻ്റ് ഇവിടെ വരും. ഓക്കെ, നമ്മൾ ഏതാണ് കൊടുത്തിരിക്കുന്നത് ആ പ്ലാൻ വ്യൂ ഇവിടെ വരും. ദെൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഒരു പിൻ പോലത്തെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും അത് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ അൺപിന്നായി. ജസ്റ്റ് നിങ്ങൾക്കത് മൂവ് ചെയ്ത് മാറ്റി വെക്കാം. ഓക്കെ, ദെൻ വീണ്ടും അത് ക്ലിക്ക് ചെയ്താൽ അവിടെ പിന്നാവും. പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മളത് പിൻ ചെയ്ത് വെച്ചു. ദെൻ നമുക്ക് വോൾ എടുത്തിട്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് നമുക്ക് വോൾ ചൂസ് ചെയ്യുക, അവിടുന്ന് പിക്ക് ലൈൻ ചൂസ് ചെയ്യുക. പിക്ക് ലൈൻ ചൂസ് ചെയ്തിട്ട് ഇവിടെ വോൾ സെൻറ്റർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പം ഫിനിഷ് എക്സ്റ്റീരിയർ അല്ലേ ഫിനിഷ് ഫേസ് എക്സ്റ്റീരിയർ കൊടുത്തു. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഡോട്ട് ലൈൻ വരുന്നുണ്ടല്ലേ, അപ്പോൾ അകത്തേക്കാണെങ്കിൽ അകത്തായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നമുക്ക് 3Dയിൽ നോക്കാം അതിന്. നമ്മുടെ അതായത് ഫ്ലോർ പ്ലാൻ അനുസരിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് 2Dയിൽ നിന്ന് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഓട്ടോ ക്യാഡ് ഫയൽ ഇൻസേർട്ട് ചെയ്തിട്ട്. സോ നിങ്ങൾക്ക് ഇനി വേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ലെവൽ 1 വരിക, ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുക, ഇത് അൺപിൻ ചെയ്യുക, ദെൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലോർ പ്ലാൻ നമ്മൾ വരച്ചത്, അതായത് റെവിറ്റിനകത്ത് വരച്ച് ഇവിടെ തന്നെ കാണും. ബാക്കി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം അത് പോവും, അതായത് ഡിലീറ്റ് ആയി പോവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്യാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്ലോർ പ്ലാനൊക്കെ വേറൊരു ആൾ അയച്ചു തരികയാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു ചെറിയ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.